ഞാൻ ഈ നിമിഷം വരെയും ഈ പാലാ നിയോജകമണ്ഡലത്തിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആർക്കെതിരെയും എന്തെങ്കിലും മോശമായ ഒരു പരാമർശം പോലും നടത്താത്ത ഒരു വ്യക്തിയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയ വഴി വന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾക്ക് മറുപടി പറയാതെ പോയാൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിക്കാരനല്ല എന്ന് തോന്നുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം PC ജോർജും ഷോൺ ജോർജും പാർട്ടി മാറി, മുന്നണി മാറി, വീണ്ടും പാർട്ടി ഉണ്ടാക്കി, വീണ്ടും പാർട്ടി മാറി, BJPയിലെത്തി. ഇപ്പൊ BJP എന്നിട്ടിട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ മിനിങ്ങാന്നൊക്കെ കുറെ പ്രചരണങ്ങൾ നടന്നു. ഒരു കാര്യം തീർത്തു പറയാം, പറഞ്ഞു പോയി അങ്ങ് മുമ്പോട്ട് പോകും. PC ജോർജ് ഒരു പ്രാവശ്യം മുന്നണി മാറിയത് മതികെട്ടാൻ കൊള്ളക്കെതിരെ പ്രതികരിച്ചപ്പോ ഇടതുപക്ഷത്തുനിന്ന് പുറത്താക്കിയപ്പോഴാണ്. ഇവിടെ എന്റെ കാർന്നവന്മാർക്ക് ബോധ്യമുള്ളൊക്കെ 2006 മതികെട്ടാൻ കൊള്ളക്കെതിരെ പ്രതികരിച്ച് അതിന് തീവക്കുരുള്ള കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന്റെ പേരിൽ PC ജോർജിനെ മുന്നണിയിൽ നിന്ന് പുറത്താക്കി. ഒന്ന്, അദ്ദേഹം UDFന്റെ ഭാഗമായി. രണ്ടാമത് പുറത്താക്കിയത് എന്താന്ന് ചോദിച്ചാൽ പാലാക്കാർക്ക് നന്നായിട്ട് അറിയാം. ബാർ കോഴിയുടെ പേരിൽ ആ കാണിച്ചത് തെറ്റാണെന്നും അവിടെ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും അതിനുവേണ്ടി അന്വേഷണം നടത്തണമെന്നും PC ജോർജ് ആവശ്യപ്പെട്ടതിന്റെ പേരിലാണ് PC ജോർജ് UDFിൽ നിന്നും പോകേണ്ട സാഹചര്യം ഉണ്ടായത്. അല്ലാതെ പിടിച്ചു പറിച്ചിട്ടും തോണ്ടിയിട്ടുമൊന്നുമല്ല. കേരള ജനപക്ഷം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം 2018 ശബരിമല സമരത്തോടനുബന്ധിച്ച് ശബരിമലയുടെ പവിത്രത കളങ്കപ്പെടുത്താൻ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നാസ്തികർ ശ്രമിച്ചപ്പോ അതിനെതിരെ പ്രതികരിച്ച് ആദ്യം മുന്നോട്ട് വന്നത് PC ജോർജ് ആയിരുന്നു. ആ സമരത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ ആ സമരം ഏറ്റെടുത്ത് മുന്നിൽ നിന്നപ്പോ അവരോടൊപ്പം നിൽക്കുന്ന PC ജോർജ് ചെയ്ത തെറ്റതാ. 2019 K സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിച്ചപ്പോ അദ്ദേഹത്തിന് ശബരിമല സമരത്തിന്റെ മുന്നിൽ പോരാളി എന്ന നിലയിൽ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തതാണ് PC ജോർജ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. 2020-2021 സംഘടിതമായി PC ജോർജിനെ തോൽപ്പിച്ചു. നിങ്ങൾക്കറിയാം അങ്ങനെ തോറ്റതെന്ന്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൂടെ? നമ്മളറിയാതെ നമ്മുടെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന, കേരളത്തിന്റെ ഇടത് വലത് മുന്നണികളെ നിയന്ത്രിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, SDPയും പോലെയുള്ള രാജ്യവിരുദ്ധ ശക്തികൾക്ക് ആ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് PC ജോർജ് 2021 തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോ ആ PC ജോർജിനെ തോൽപ്പിക്കാൻ ആ സംഘടന ശക്തി ഉറച്ചു നിന്നു. 5 വർഷക്കാലം മുമ്പ് 5 വർഷം തോറ്റ് വീട്ടിലിരുന്നു. ഇന്ന് PC ജോർജ് പൂഞ്ഞാറിൽ മത്സരിക്കുന്നു, പാലായിൽ ഷോൺ ജോർജ് മത്സരിക്കുന്നു. എന്നാൽ വീണ്ടും പറയുന്നു, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്നു, എന്റെ രാജ്യത്തിനെതിരായി ശബ്ദിക്കുന്ന ഒരു ശക്തികളുടെയും വോട്ട് എനിക്ക് വേണ്ട എന്ന് പറയാൻ ഷോൺ ജോർജിനും PC ജോർജിനും ഒരു വഴിയില്ല എന്ന് തീർത്ത് പറയുക. എനിക്ക് എന്റെ രാജ്യമാണ് വലുത്. അവിടെ രാജ്യം മതമില്ല, ജാതിയില്ല, എല്ലാവർക്കും തുല്യ നീതി കൊടുക്കണമെന്ന് എന്റെ ഇവിടെ ഇസ്ലാം സുഹൃത്തുക്കൾ നാടതേ നിൽക്കുന്നു. എന്റെ അയലോക്കക്കാരനാണ്, നാടതിപ്പുണ്ട്. PC ജോർജിനെ ഷോൺ ജോർജിനെ സ്നേഹിക്കുന്നവരാ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരാ. അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഈ നാട് എങ്ങോട്ട് പോകുന്നു എന്നറിയണ്ടേ നമ്മൾ? ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമ്മൾ അറിയണ്ടേ? 2016 ഇപ്പോഴും പറയുന്നത്, കഴിഞ്ഞ ദിവസം SDPയുടെ കൊടി പിടിച്ചുകൊണ്ട് ഷോൺ ജോർജ് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് പാലായിൽ എല്ലാ ഗ്രൂപ്പിലായിട്ട് ഇട്ട മഹാമാരോട് പറയുക, ഷോൺ ജോർജ് SDPയുടെ കൊടി പിടിച്ചതാ, ഒരു സംശയമില്ല. ഒറ്റയ്ക്ക് നിന്നപ്പോ പിന്തുണ നൽകാൻ വന്ന SDP ആയിരുന്നു. 2 വർഷക്കാലം ആ മുന്നണിയോടൊപ്പം നിന്ന്, അവരോടൊപ്പം നിന്നു. 2018 മഹാരാജാസ് കോളേജിൽ അഭിമന്യു കൊല്ലപ്പെട്ട അന്ന് PC ജോർജ് രാവിലെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുമായി ഇനി ബന്ധമില്ല, കാരണം നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. അന്തസ്സായിട്ട് പറഞ്ഞിട്ടുണ്ട് പോലെ ഒളിച്ചു കച്ചവടം ഇല്ല. ഇവിടുത്തെ പിണറായി വിജയൻ BD സതീശൻ നടന്നത് ഒളിച്ചു കച്ചവടത്തിന് നിന്നിട്ടില്ല. അന്തസ്സായിട്ട് SDPയുടെ പിന്തുണയുള്ള ജനപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വോട്ട് പിടിച്ചേ. പക്ഷേ അവർ രാജ്യവിരുദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞ ദിവസം, കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താക്കളെന്ന് തിരിച്ചറിഞ്ഞ ദിവസം, അന്നത് ഉപേക്ഷിച്ചിട്ട് ചീത്ത വിളിക്കാനും PC ജോർജിന് ഒരു വഴിയില്ലായിരുന്നു.
എങ്ങനെ പോകുന്നു? അന്ന് ഞാൻ പറയുന്നു, പിണറായി വിജയൻ 2016-ൽ PC ജോർജിന് ഒരു സീറ്റിൽ പിന്തുണ കൊടുത്തപ്പോ 139 സീറ്റിൽ പിന്തുണ മേടിച്ചത് ആരാ? അന്ന് ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന മാണി സി കാപ്പനെ പിന്തുണ മേടിച്ചിട്ടുണ്ട് 2016-ൽ. കാരണം ഞാൻ കമ്മിറ്റിയിൽ ഇരുന്നില്ല, എനിക്കറിയാം. 139 നിയോജകമണ്ഡലങ്ങളിൽ അന്ന് പിന്തുണ കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരുന്നു, SDPI. അതാർക്കും ഇവിടെ മിണ്ടാട്ടില്ല. അന്ന് ഈ പറയുന്ന ശക്തികൾക്ക് പിണറായി വിജയന്റെ രാഷ്ട്രീയ സംരക്ഷണം ആവശ്യമായിരുന്നു. 2021-ലും ഇതുപോലെ തന്നെ പിണറായി വിജയന് പിന്തുണ കൊടുത്തു SDPI. അന്നും ഇവിടെ ആർക്കും ചോദിക്കാനില്ല. 2026 ആയപ്പോ അവർക്ക് ഇനി വേണ്ടത് പിണറായി വിജയനെ അല്ല, മുസ്ലിം ലീഗിനെ പോലെ VD സതീശനെ പോലെ ഒരു ഡമ്മി മന്ത്രിസഭ, പുറകിൽ നിന്നും ചരട് പിടിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഡമ്മി മന്ത്രിസഭ അവർക്ക് വേണം. അതിനുവേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും UDF-ന് പിന്തുണ കൊടുക്കുന്നു. അപ്പോഴും ആ പിന്തുണ കൈപ്പറ്റുന്നതാരാ? ഇവിടെ ഇപ്പൊ ആ പിന്തുണ കൈപ്പറ്റുന്നതാരാ? മതമാണ് 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 പ്രശ്നം. ആ മതം ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ എന്റെ സമുദായത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നേടിക്കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുന്നതെന്ന് പറഞ്ഞ KM ഷാജിയോട് VD സതീശന് ഒരു കുഴപ്പമില്ല, യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ സ്വന്തം സമുദായത്തിന്റെ കാര്യം നോക്കാൻ നിയോഗിക്കപ്പെട്ട SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും സ്വന്തം സമുദായത്തിന്റെ കാര്യം നോക്കാൻ നിയോഗിക്കപ്പെട്ട സുകുമാരൻ നായരും തന്റെ സമുദായങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ VD സതീശൻ വർഗീയതക്കെതിരെ മരിച്ചു വീഴുകയാണ്. തന്റെ നിങ്ങൾക്ക് വാദമെന്ന് SDPI എന്നൊരു പേരുച്ചരിക്കാൻ, തന്റെ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി എന്നൊരു പേരുച്ചരിക്കാൻ. ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഈ അടുത്ത ദിവസങ്ങളിൽ ഗൾഫിൽ യുദ്ധം നടന്നു. ഇവിടെ ഇരിക്കുന്നതിൽ 50% ആളുകളുടെ ഏതെങ്കിലും ഒരു ബന്ധു ഗൾഫിൽ ഇല്ലാതിരിക്കില്ല. കാരണം ലോട്ടറിയും കള്ളുമല്ലാതെ വരുമാനമില്ലാത്ത കേരള സംസ്ഥാനത്തെ തീറ്റിപ്പോറ്റുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്, അല്ലേ? ആ രാജ്യത്ത് ബോംബ് വീണിട്ടും ആ ബോംബ് വീണ രാജ്യത്ത് ഒന്ന് അപലപിക്കാൻ തയ്യാറാകാതെ ബോംബിട്ട് ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച നാറിയ രാഷ്ട്രീയക്കാരെ എന്തു നമുക്ക് പറയാൻ കഴിയും? ഇറാനിൽ നമ്മുടെ ആരിലുണ്ടോ? ഇസ്രായേൽ പാലസ്തീൻ വിഷയം എന്തോ ആട്ടെ, അല്ല ഇസ്രായേൽ ഇറാൻ പ്രശ്നം എന്തോ ആട്ടെ, നമ്മുടെ മലയാളികളെ ബാധിക്കുന്ന വിഷയമല്ല. ഇന്ത്യ മഹാരാജ്യം അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവിടെയും അഭിപ്രായം പറയുകയാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ പറഞ്ഞ അഭിപ്രായത്തിന് തൊട്ട് പറയാൻ VD സതീശൻ പറയുന്നു. എന്താ? അപ്പോ ഗൾഫ് രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളാണ്. ആ മുസ്ലിങ്ങളോടുള്ള സ്നേഹമല്ല, ഇവിടെ നടക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെ, ഈ മത തീവ്രവാദ സംഘടനകളെ പാലൂട്ടി വളർത്തുന്ന നിലപാടിനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യമല്ലാതെ മറ്റാർക്കും പ്രതികരിക്കാൻ കഴിയില്ല. അത് ഞങ്ങളുടെ ബോധ്യമാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നാണമില്ലാത്ത മുന്നണികളോടാ. നമ്മുടെ സൗമ്യ എന്ന് പറഞ്ഞൊരു പെങ്കൊച്ച് ഈ തൊടുപുഴയ്ക്ക് അപ്പുറത്ത് ഇസ്രായേലിൽ കൊല്ലപ്പെട്ടു. ഒരു മന്ത്രി പൊങ്കവൻ ആ കൊച്ചിന്റെ വീട്ടിൽ ഈ നിമിഷം വരെ എത്തിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ണൂർ ഇരിട്ടിയിൽ അനു എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിന്റെ വീട്ടിൽ പോയി. ഞാൻ അവിടെ ചെന്നപ്പോ ഇസ്രായേലിന്റെ പാലസ്തീൻ ആക്രമണത്തിൽ ഇസ്രായേൽ വെച്ച് പരിക്കേറ്റ ഒരു പെൺകുട്ടി, നട്ടെല്ലിന് ക്ഷതം, എഴുന്നേക്കാൻ കഴിയില്ല, കട്ടിൽ കിടക്കുക. ആ കുട്ടിക്ക് എല്ലാ മാസവും കൃത്യമായി ചികിത്സയ്ക്കുള്ള മുഴുവൻ പണവും കൂടാതെ 1 ലക്ഷം രൂപയും ഇസ്രായേൽ സർക്കാർ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിക്കുന്നു. ഈ CPM-കാരായ ഈ കോൺഗ്രസ്സുകാരായ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തി ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ചിട്ടില്ല. കേരളത്തിന്റെ രാഷ്ട്രീയമാണ് ഇത്. എങ്ങോട്ടാ പോകുന്നേ? പ്രാദേശിക വികസന കാര്യങ്ങളൊന്ന് മാറ്റിവെച്ചേ, അത് കഴിഞ്ഞ് നമുക്ക് പറയാം എവിടെ ചെന്ന് നിൽക്കുന്നു നമ്മുടെ രാഷ്ട്രീയം. ഇവിടെ BJP ന്യൂനപക്ഷ വിരുദ്ധമാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ MLA-മാരുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ബോധം വേണം.
ഇന്ത്യ മഹാരാജ്യത്ത് 12 വർഷക്കാലമായി നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്നു. ഇവിടെ ആരെയാ പീഡിപ്പിച്ചെന്ന് പറഞ്ഞേ, പറയുന്ന കോൺഗ്രസ്സുകാരൊന്ന് പറഞ്ഞേ, ആരെയാ പീഡിപ്പിച്ചേ? 12 വർഷമായി. ഇവിടെ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോ ഞാൻ ഉൾപ്പെടെ സമരം ചെയ്തിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോ ഇവിടെയുള്ള ക്രിസ്ത്യാനിയെയും മുസ്ലിങ്ങളെ മുഴുവൻ രാജ്യത്ത് നിന്ന് ഓടിക്കാൻ വേണ്ടി നരേന്ദ്രമോദി കൊണ്ടുവന്ന നിയമമാണ് എന്നല്ലേ പ്രചരിപ്പിച്ചത്. എന്നിട്ട് എന്തായി? ഈ കാലഘട്ടത്തിനിടയിൽ ഒരു മുസ്ലിം സഹോദരനെ ആ നിയമത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് പുറത്താക്കിയതിന് മാത്രമല്ല, ഈ രാജ്യത്ത് ആദ്യമായി ഒരു മുസ്ലിം സഹോദരന് അംഗത്വം കൊടുത്തത്, രാജ്യത്തിന്റെ പൗരത്വം കൊടുത്ത ഒരു മുസ്ലിം സഹോദരനാണ് നരേന്ദ്രമോദി സർക്കാർ. ഇതൊന്നും ചർച്ച ചെയ്യപ്പെടില്ല. ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചു, മൂലംബ പ്രശ്നം ഇവിടെ ഉണ്ടല്ലോ. 2 സ്ഥാനാർത്ഥിമാർ, LDF-ന്റെയും UDF-ന്റെയും. കരുതരുന്ന ക്രിസ്ത്യാനികളല്ലേ? എവിടെയായിരുന്നു ഇവന്മാർ രണ്ടുപേരും? അവിടെ ഷോൺ ജോർജിനോട് പോകാൻ പറഞ്ഞത് BJP ആണ്. ആ സമരം ഏറ്റെടുക്കാൻ പറഞ്ഞ BJP ആണ്. ആ സമരം ഏറ്റെടുത്തുകൊണ്ട് വക്ഫ് ഭേദഗതി നിയമം കൊണ്ടുവന്ന് ആ ജനത്തെ രക്ഷിച്ചത് BJP ആണ്. പള്ളുരുത്തി സെന്റ് സ്കൂളിലെ ഹിജാബ് പ്രശ്നം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ ഹിജാബ് വിഷയത്തിൽ അവിടേക്ക് എന്നെ പറഞ്ഞു വിട്ടത് എന്റെ രാഷ്ട്രീയ പാർട്ടിയെ BJP ആണ്. ഞാൻ ചെന്ന് 1 ദിവസം കൊണ്ട് ആ പ്രശ്നം തീർന്നു. എവിടെയായിരുന്നു ഈ പുങ്കവന്മാർ? സമുദായ സ്നേഹം, കർഷക സ്നേഹം. ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം കാണിക്കേണ്ടതല്ല സമുദായ സ്നേഹവും. എല്ലാവരെയും തുല്യമായി കാണാൻ പഠിക്കണം. എല്ലാവരെയും ഒന്നായി കാണാൻ പഠിക്കണം. എല്ലാ സമുദായങ്ങളെയും സഹോദരങ്ങളായി കാണാൻ പഠിക്കണം. എനിക്ക് 1 വർഷത്തെ കുരിശുപള്ളി നേതാവിന്റെ മുമ്പിൽ വെച്ച് പറയുന്നു, 27 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഞാൻ ഒരു ക്രൈസ്തവനായ ഷോൺ ജോർജിന് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ആത്മാഭിമാനത്തോട് ജീവിക്കാൻ കഴിഞ്ഞത് ഞാൻ RSSന്റെ ഭാഗമായതിനു ശേഷവും BJPയുടെ ഭാഗമായതിനു ശേഷമാണെന്ന് പറയാൻ ഷോൺ ജോർജിന് ഒരു മടിയുമില്ല. അത് എവിടെ നിന്നും ഷോൺ ജോർജ് പറയും. തികഞ്ഞ ക്രിസ്ത്യാനിയാണ് ഷോൺ ജോർജ്, തികഞ്ഞ വിശ്വാസിയാണ്. എനിക്ക് എന്റെ വിശ്വാസങ്ങൾക്കൊപ്പം നേരെ നിൽക്കാൻ കഴിഞ്ഞത് ഞാൻ RSSന്റെ ഭാഗമായതിനു ശേഷമാണ്, ഞാൻ BJPയുടെ ഭാഗമായതിനു ശേഷമാണ്. ഈ കഴിഞ്ഞ ദിവസം CK പത്മനാഭൻജി പാർട്ടിയുടെ കോർ കമ്മിറ്റി ചർച്ച ചെയ്ത വിഷയങ്ങൾ പുറത്തു പറയാൻ പാടില്ലെങ്കിൽ പോലും ഇത് പറയാതിരിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് പറയുന്നു. പാർട്ടിയുടെ കോർ കമ്മിറ്റിയിൽ CK പത്മനാഭൻജി അമിത്ഷാജിയോട് ചോദിച്ചു, അമിത്ഷാജി, നമ്മളെ മുസ്ലിം വിരോധികളായിട്ടാണല്ലോ എല്ലാവരും പറയുന്നത്, ഇത് നമ്മളെപ്പോഴും മുസ്ലിം വിരോധികളാണെന്നാ പറയുന്നത്, എന്താ ചെയ്യുക? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ശരിയാണ്, നമുക്ക് ആ ഒരു ചീത്തപ്പേരുള്ളതാണ്. An appeasement to a community is an injustice to another community. ഒരു ജാതിയോടോ മതത്തിനോടോ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രീണനം നടത്തിയാൽ അത് മറ്റൊരു സമുദായത്തോടോ സംഘടനയോടോ ചെയ്യുന്ന അനീതിയായി മാറും. അത്തരം അനീതി ഉണ്ടായ കാലഘട്ടത്തിലെല്ലാം BJP അതിനെ എതിർത്തിട്ടുണ്ട്. നാളെ ഇത് മുസ്ലിം സമുദായത്തിനെതിരായ അനീതി ഉണ്ടായാലും അവർക്കൊപ്പം നിന്ന് മറ്റു സമുദായങ്ങളോട് തിരിഞ്ഞു നിന്ന് വർത്താനം പറയാനും BJP ഉണ്ടാവും. BJP അതാ പറയുന്നത്, സബ്കാ സാത്ത് സബ്കാ വികാസ്. അതാണ് BJP. അതുകൊണ്ടാണ് അന്തസ്സായിട്ട് ഞങ്ങളൊക്കെ പറയുന്നത് ഞങ്ങൾ BJPക്കാരാണ്. ഇന്ന് ആ BJPയെ മനസ്സിലാക്കുന്ന 80% സമൂഹം ഇന്ന് പാലാ നിയോജകമണ്ഡലത്തിലുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞാനൊരു അഹങ്കാരം പറയുന്നതല്ല, പക്ഷേ പാലായിലെ ജനങ്ങളെ എനിക്കറിയാം, പാലായിലെ ജനങ്ങൾക്ക് BJP അറിയാം. അതുകൊണ്ട് തന്നെ പറയുന്നു, ഈ നിയോജക മണ്ഡലത്തിൽ മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പിന് ഒരു റിസൾട്ട് വരുമെങ്കിൽ അത് NDA സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിൽ ജയിച്ച വ്യക്തി 25,000 വോട്ടിൽ ഭൂരിപക്ഷത്തിന് മുകളിൽ ഈ നിയോജകമണ്ഡലത്തിൽ നിന്നും ജയിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ പറയുന്നു, ഇനി പാലാ വളരും രാജ്യത്തിനൊപ്പം, ഇനി പാലാ വളരും മോദിജിക്കൊപ്പം. അതുകൊണ്ട് തന്നെ ഈ നാടിനെ സംബന്ധിച്ച് നമുക്ക് കാഴ്ചപ്പാടുകളുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ റബ്ബർ നമ്മുടെ നാടിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്.
നമ്മുടെ നാടിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ സമ്പദ്ഘടന എന്ന് പറയുന്ന റബ്ബറാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പത്രസമ്മേളനത്തിൽ റബ്ബർ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഇവിടെ വലിയ പരാമർശമുണ്ട്. ഞാൻ ആവർത്തിക്കുകയാണ്. റബ്ബർ രക്ഷപ്പെടുത്തിയെടുക്കാൻ എങ്ങനെയെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കി 8 പ്രാവശ്യം ഡൽഹിക്ക് പോയാൽ മനസ്സിലായി. അതുകൊണ്ട് തന്നെ പറയട്ടെ, 300 രൂപ ലഭിച്ചാൽ പോലും റബ്ബറിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ പകുതിയെങ്കിലും മാറി ചിന്തിക്കാൻ നമ്മൾ തയ്യാറായാൽ ഈ നാട് വിട്ടു പോകുന്ന ചെറുപ്പക്കാർക്ക് ഈ നാട്ടിൽ അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സാഹുചേട്ടൻ പ്രസംഗിക്കാറുണ്ട്. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു. ജനിച്ച മണ്ണിൽ ജീവിക്കാൻ, തൊഴിലെടുത്ത് ജീവിക്കാൻ നമ്മൾക്ക് ചെറുപ്പക്കാർക്ക് കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, സാമ്പത്തിക സാഹചര്യം പാലായുടെ മണ്ണിൽ സൃഷ്ടിക്കാൻ BJP ഉണ്ടാകും. അതിനെക്കുറിച്ച് ഇവിടെ ആർക്കും പറയാനില്ല. 250 രൂപ റബ്ബറിന് കൊടുക്കുമെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്തത് നമ്മളാരുമല്ല, ജോസ് കെ മാണിയാണ്. 5 വർഷക്കാലം അവിടെ ഇരുന്നു. എന്നിട്ട് 250 രൂപയ്ക്ക് 200 രൂപ കൊടുക്കാൻ കഴിഞ്ഞോ? നാണമുണ്ടോ? വോട്ട് ചോദിച്ചുകൊണ്ട് വീണ്ടും കർഷകന്റെ വീട്ടിൽ കയറിച്ചല്ല. ഇതേ 250 രൂപ കൊടുക്കാമെന്ന് മാണി സി കാപ്പയും പറഞ്ഞിരുന്നു, ഇല്ലേ, അവരുടെ പ്രകടന പത്രികയിൽ. എന്നിട്ട് ആ നിയമസഭയില് മുണ്ട് മുറുക്കി കൊടുക്കാനായില്ല ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് റബ്ബറിന് എന്നാ വില കൂട്ടാക്കാത്തെന്നൊന്ന് ചോദിച്ചോ ഒരു പ്രാവശ്യം? 5 വർഷക്കാലത്തിനിടയിൽ മുണ്ട് മുറുക്കി കൊടുക്കാനൊന്ന് എഴുന്നേറ്റ് നിൽക്കാമല്ലോ. അങ്ങനെയെങ്കിലും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചോദിച്ചുകൂടായിരുന്നോ റബ്ബറിന് എന്താ വില കൂടാത്തെന്ന്? ഇനി മറ്റൊരു കാര്യം, ഞാൻ ആ വിഷയം പരാമർശിക്കുന്നു പറഞ്ഞു. നമ്മുടെ പാലായിലെ അഭിവന്ദിനെ ഞാൻ ആ വിഷയങ്ങളിലേക്ക് പോകല്ല, ഞാൻ ഇനിയും താമസിക്കുന്നു. ഞാനിപ്പം തന്നെ നല്ല സമയമെടുത്തു. പാലായിൽ വികസനത്തിന്റെ കൊടുമുടി സൃഷ്ടിച്ചു എന്നാ പറയുന്നത്. ഇന്ന് രാവിലെ ഒരു ചാനലുകാരനോട് ചോദിച്ചു, പാലായിൽ ധാരാളം വികസനം നടന്നല്ലോ. ഞാൻ പറഞ്ഞു എന്റെ കൂടെ കാണിച്ചു തരാന്ന് പറഞ്ഞു. ആ റിവർ വ്യൂ റോഡിലോട്ടൊന്ന് പോയി നോക്കിയാൽ മതി, അവിടെ നല്ലൊരു വികസനം. ഇവിടെ മുതല് ആ ബിഷപ്പ് ഹൗസിന്റെ പുറകെ വരെ നല്ലൊരു വികസനം 8 വർഷമായിട്ട് അസ്ഥികൂടമായിട്ട് നിൽപ്പുണ്ട്. പാലാ ടൗണിൽ ഇറങ്ങിയാൽ, അല്ല എല്ലാരും കാണുന്നുണ്ടല്ലോ, പാലാ ടൗണില് ഒരു പെൺകുട്ടിയോ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയാൽ മാന്യമായിട്ട് ടോയ്ലറ്റിൽ പോകാനൊരു സ്ഥലമില്ല. ഗവൺമെന്റ് ആശുപത്രി വികസിപ്പിച്ചെന്നാ പറയുന്നത്. അങ്ങോട്ട് ചെല്ലുമ്പോഴേ പറയും, ഇവിടെ രാജീജി സൂചിപ്പിച്ചു, മെഡിക്കൽ കോളേജിന് പൊക്കോളാൻ. മെഡിക്കൽ കോളേജിന് പൊക്കോളാൻ അവിടെ ഒരു പേനയും കൊടുത്ത് ഒരു പ്യൂണിനെ ഇരുത്തിയാൽ മതി. ഈ ആശുപത്രി ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. ഈ നാട്ടിൽ ആരോഗ്യ രംഗത്ത്, കാർഷിക രംഗത്ത്, ടൂറിസം രംഗത്ത് വലിയ വികസനം ഉണ്ടാവണം. അതിന് 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിൽ നിൽക്കുന്ന പിണറായി സർക്കാരോ ഇനി വരാൻ പോകുന്ന സർക്കാരോ സംസ്ഥാന സർക്കാരോ അല്ല. അതിനപ്പുറത്ത് ഈ നാട്ടിൽ കാഴ്ചപ്പാടുള്ള ജനപ്രതിനിധികൾ ഉണ്ടാകണം. മദ്യവും ലോട്ടറിയും മാത്രം വരുമാനമുള്ള ഒരു സംസ്ഥാനത്ത് നടത്താൻ പറ്റുന്ന വികസനത്തിനപ്പുറത്ത് ഈ നാട്ടിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിയും. ഈ നാട്ടിലൂടെ ഭാരത് മാല പദ്ധതിയിലൂടെ 6 ലൈൻ റോഡ് കടന്നു പോകും. നിങ്ങൾ എഴുതി വെച്ചോ. പാലായിൽ നിന്ന് എറണാകുളത്തേക്ക് ഹൈവേ ഉണ്ടാവും. നിങ്ങൾ എഴുതി വെച്ചോ. IIITയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജിയുടെ കോഴ്സ് വരും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ കോഴ്സ് വരും. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ പാലായുടെ മണ്ണിൽ നിരവധിയായി ഉണ്ടാകും. 100 കോടി രൂപയുടെ പദ്ധതി. മേലുകാവ്, മൂന്നലവ്, തലനാട്, തീക്കോയി, പൂഞ്ഞാർ, തെക്കേക്കര, കുട്ടിക്കൽ. ഇത് പാലായി മാത്രമല്ല, കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയെ മുഴുവൻ ബന്ധിപ്പിച്ചുകൊണ്ട് ടൂറിസം സർക്യൂട്ട് 44 കിലോമീറ്ററിൽ 25 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് അത് വികസിപ്പിക്കാനുള്ള പദ്ധതി ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. ഒരു സംശയം വേണ്ട, DPR തയ്യാറാക്കാൻ സംസ്ഥാനത്തേക്ക് അയച്ചിട്ടുണ്ട്. അത് വന്നാൽ 100 കോടി രൂപയിലധികമുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ മലയോര പഞ്ചായത്തുകളിൽ മാത്രമായി നടക്കും. ഈ പാല എന്ന് പറയുന്ന ഒരു പുണ്യഭൂമിയാണ്. ഒരാൾക്ക് ചങ്കാണ് പാല, ഒരാൾക്ക് കരളാണ് പാല. രണ്ടുപേരും കൂടെ ഒരു പരുവാക്കി പാലയെ. എനിക്ക് ചങ്ങം കരളൊന്നുമല്ല പാല, പക്ഷെ എനിക്ക് പാലയോട് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ടാണ് ഇത് പോന്നേ. ഇനി മരിച്ച ഇവിടുന്ന് പിരിയൂ, ഒരു സംശയം വേണ്ട. ഷോൺ ജോർജ് പാലായി തന്നെ ഉണ്ടാകും. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും കരുതലും ഈ നാടിന്റെ വികസനത്തിനൊപ്പം എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.